ആദരണീയനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ചരിത്രകാരൻ KK സത്താർ, ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് എൻ്റെ പ്രിയ സഹോദരനും സ്നേഹിതനുമായ റിയാസ്, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ HM, ഇവിടെ സന്നിഹിതരായ അധ്യാപകന്മാരെ, മങ്കട ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് ഇവിടെ വന്നെത്തിയ വിദ്യാർത്ഥിനികളെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഈ 86 പേജുള്ള ചെറിയ പുസ്തകം ഇത്ര മനോഹരമായി തയ്യാറാക്കിയ വള്ളുവനാടിൻ്റെ ചരിത്രങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ച റിയാസിനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ചരിത്രത്തോട് എങ്ങനെയാണ് നിങ്ങളും ഞാനുമൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്? ചരിത്രം പഠിച്ചിട്ട് എന്താ കാര്യം, ചരിത്ര പുസ്തകങ്ങൾ വായിച്ചിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുള്ളൊരു കാലഘട്ടമാണ്. ഇനി എൻ്റെ ഈ തന്ത വൈബും കൂടി കുറച്ചു നേരം നിങ്ങൾ സഹിക്കേണ്ടതായി വരും എന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് വിഷമമുണ്ട്, സന്തോഷമുണ്ട്. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയായത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മാത്രമാണ്. അതിന് മുമ്പ് ഞാൻ +1 +2 ഇല്ല, അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു. ഞാൻ മാത്തമാറ്റിക്സും കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു. അത് കഴിഞ്ഞ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് സയൻസ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലാബിലൊക്കെ പോകേണ്ടി വരും, ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ച് ഹിസ്റ്ററി എടുത്തൊരാളാണ്. പക്ഷെ പിന്നീട് ചരിത്രം എനിക്ക് ഒരു ഹരമായി, തൃപ്തിയുള്ളൊരു വിഷയമായി മാറുകയുണ്ടായി. അതുപോലെ മലയാള ഭാഷ പ്രഭാഷകൻ, ചിന്തകൻ എന്നൊക്കെ ഇവിടെ എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ ഉപചാര വാക്കുകൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതൊക്കെ ശരീരത്തിൻ്റെ നാമങ്ങൾ മാത്രമാണ്. പ്രഭാഷകൻ, ചിന്തകൻ, നിയമസഭാ സാമാജികൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നത് ശരീരത്തിൻ്റെ പേരാണ്. നമ്മളാരും ജനിക്കുമ്പോൾ ആ പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ തന്നെ എന്നെ പ്രസവിച്ചപ്പോൾ എൻ്റെ ഉമ്മ ഐഷയുടെ അടുത്ത് അടുത്ത വീട്ടിലെ സ്ത്രീകളൊക്കെ വന്ന് ചോദിച്ചത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നാണ്. KN ഖാദർ വന്നോ എന്ന് ചോദിച്ചില്ല. ഇനി നമ്മൾ ഈ ലോകം വിട്ട് പോകേണ്ടി വരുമ്പോൾ ആളുകൾ ചോദിക്കുക മയ്യത്ത് എപ്പോഴാണ് എടുക്കുക, അല്ലാതെ KN ഖാദർ എപ്പോഴാണ് പള്ളിയിൽ പോകുകയെന്ന് ചോദിക്കില്ല. അപ്പോൾ ഈ ജീവിതകാലത്ത് നമുക്ക് വന്നു ചേരുന്ന പദവികളും, ചരിത്രകാരൻ, അധ്യാപകൻ, വിദ്യാർത്ഥി എന്നൊക്കെ പറയുന്ന പദവികളൊക്കെ ശരീരത്തിൻ്റെ പേരുകളാണ്. അത് പിന്നീട് ഒട്ടിച്ച് ചേർക്കുന്നതാണ്. വള്ളുവനാട്ടിൻ്റെ ഏതാണ്ടൊരു ആസ്ഥാനത്താണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളത്. വള്ളുവനാട് ഈ രാജാക്കന്മാരുടെ ഭരണം 1124 മുതൽ 1793 വരെ 669 കൊല്ലമുണ്ടായിരുന്നു. ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു 5 വർഷത്തേക്കാണ്. 5 വർഷം 3 വർഷം ഒക്കെ ഇപ്പോൾ വലിയ കാര്യമാണ് ഭരണത്തിലിരിക്കുന്നവർ. പക്ഷെ 669 വർഷം വള്ളുവക്കോനാതിരിയുടെ കുടുംബങ്ങളിലൂടെ ഭരണകൂടങ്ങളായി, രാജാക്കന്മാരായി, സൈനിക തലവന്മാരായി ഒക്കെ ഉണ്ടായിരുന്നു. ഒറ്റപ്പാലവും പൊന്നാനിയും പെരുമ്പടപ്പും ഏറനാട്ടിലെ തൂവൂരും വണ്ടൂരും എൻ്റെ കോടൂരും കുറുവയും അരിപ്രയും മങ്കടയും അങ്ങാടിപ്പുറവും ഒക്കെ വള്ളുവനാടിൻ്റെ കീഴിലായിരുന്നു. വെള്ളാട്ടിരി, വള്ളുവക്കോനാതിരി എന്നൊക്കെ പറയുന്നവരുടെ കീഴിലായിരുന്നു. ആദ്യകാലത്ത് അവരുടെ തലസ്ഥാനം അങ്ങാടിപ്പുറത്ത് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
ചരിത്രം സത്താറൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്ക് പറയാൻ പേടിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് പുണ്യം ചെയ്ത KK മുഹമ്മദ് അബ്ദുൽ കരീം ആയിരുന്നു. വലിയ ചരിത്രകാരനും പണ്ഡിതനും എഴുത്തുകാരനും അധ്യാപകനും ഒക്കെ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുകയും, ഞാൻ മോയിൻകുട്ടി വൈദ്യർ സ്മാരക അക്കാദമിയുടെ ചെയർമാനായിരുന്ന സമയത്ത് ആദ്യമായി മോയിൻകുട്ടി വൈദ്യരുടെ കൃതികൾ സമാഹരിച്ച് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് പ്രധാനമായും KK മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബിൻ്റെ വമ്പിച്ച പിന്തുണയോടുകൂടിയാണ്. ഒരു പക്ഷേ അദ്ദേഹമാണ് ചെയ്തതെന്ന് പറയേണ്ടി വരും. മൂലകൃതികളൊക്കെ അറബി മലയാളം ഭാഷയിൽ തന്നെ എഴുതിയിട്ട് ആദ്യമായി മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിച്ചത് ഞങ്ങളാണ്. അന്നേ പരിചയം ഉണ്ടായിരുന്ന ഒരാളാണ് KK മുഹമ്മദ് അബ്ദുൽ കരീം. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അബ്ദുൽ സത്താർ. ഇദ്ദേഹത്തിൻ്റെ സഹായങ്ങളും അന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ ചരിത്രകാരന്മാരാണ്. ഞാൻ ഹിസ്റ്ററി സ്റ്റുഡൻ്റായിട്ട് ചേരുമ്പം ചരിത്രം പഠിക്കുന്ന ഞാൻ പിന്നീട് ചില സ്ഥലത്തൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, ബ്രിട്ടീഷ് ഹിസ്റ്ററി, ഹിസ്റ്ററി ഓഫ് ദ ഫാർ ഈസ്റ്റ് തുടങ്ങിയ പുസ്തകങ്ങളാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത്. അന്ന് 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, 858 ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർ നേരിട്ട് ഏറ്റെടുത്തു. 922 ചൗരി ചൗര സമരം. ഇങ്ങനെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അങ്ങനെ ഒരുപാട് തീയതികൾ ഞാൻ പഠിച്ചു വെച്ചിരുന്നു. ദൈവം സഹായിച്ചിട്ട് ഇന്ന് വരെ പിന്നെ ഒരു മനുഷ്യൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാ വന്നു എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഈ ഡേറ്റുകളെ കൊണ്ടൊന്നും ഒരു പ്രയോജനം കിട്ടിയില്ല എന്ന് തോന്നി. ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്. ചരിത്രം പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും ചരിത്രം പഠിക്കുന്ന കുട്ടികളും അതിനെതിരെ നിൽക്കരുത്. ഞാൻ പറയാം, താല്പര്യമുള്ളവർക്ക് ചരിത്രം വായിക്കാനും പഠിക്കാനും എമ്പാടുണ്ട്. മനുഷ്യവംശത്തിൻ്റെ ചരിത്രമുണ്ട്. അതിലൊക്കെ ഒരു വലിയ സംഭാവനയാണ് ഈ പുസ്തകം എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഹലോ, ഉണ്ടോ? ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞ പുസ്തകം ഇല്ല. അത് എഴുതിയത് പ്രൊഫസർ യുവാൽ നോവ ഹരാരി എന്ന് പറയുന്ന ഇസ്രായേലുകാരനായ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഹോമോ ദിയൂസ് അതുപോലെ നെക്സസ് എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളുണ്ട്. അത് മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നതാണ്. ഇതുപോലെ രാജാക്കന്മാരും യുദ്ധങ്ങളും കീഴടക്കലുകളും അധിനിവേശവും പരാജയവും വിജയവും കൂട്ടക്കൊലകളും ഒക്കെ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ അനവധി നടന്നിട്ടുണ്ട്. ഇവിടെ സത്താർ സാഹിബ് ചൂണ്ടിക്കാണിച്ചതുപോലെ റിയാസ് ഒക്കെ എഴുതിയിട്ടുള്ളതുപോലെ നല്ല മനുഷ്യ സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു വള്ളുവ കോനാതിരിയുടെയും അതുപോലെ ഏറനാട് അതുപോലെ സാമൂതിരി രാജാവിൻ്റെയും കാലഘട്ടം. ഈ കേരളം ഭരിച്ചത് മുഴുവൻ ഹിന്ദു രാജാക്കന്മാരായിരുന്നു. കൊച്ചി, തിരുവിതാംകൂർ, ഇവിടെ വെള്ളവനാട്, അതുപോലെ സാമൂതിരി രാജാവ്, ഇവരൊക്കെ ആ മലബാർ, അതിന് കണ്ണൂരിലേക്ക് ചെല്ലുമ്പോൾ മൂഷിക വംശം, ഇവിടെ എല്ലാ രാജാക്കന്മാരും ഹൈന്ദവരായിരുന്നു. ആ കാലത്ത് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആർക്കും ഒരു ബുദ്ധിമുട്ടും ആ മതക്കാരായതുകൊണ്ട് ഈ രാജാക്കന്മാർ വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ സ്നേഹത്തോടു കൂടി സാഹോദര്യത്തോടു കൂടി മതസൗഹാർദ്ദം നടമാടിയ ഒരു കാലഘട്ടമായിരുന്നു. അബ്ദുൽ സത്താർ സാഹിബിൻ്റെ പ്രദേശമായ കൊണ്ടോട്ടി, അവിടെ മാനവിക്രമൻ നേറാടി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് സാമൂതിരി വംശത്തിൻ്റെ സ്ഥാപകരിൽപ്പെട്ട ഒരാളാണ്. ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്ത് പോയി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന, കോഴിക്കോട്ടേക്ക് വരുന്ന അറബികളുടെ കൈവശം ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു, ഇവിടെ സാമൂതിരിക്ക് കൊടുക്കാൻ വേണ്ടി. ആ കത്ത് അവർ കൊണ്ടുകൊടുത്തത് മാനവിക്രമൻ നേറാടിക്കാണ്, നെടിയിരുപ്പിൽ. ഏതാണ്ട് 1124 വെള്ളുവ കോനാതിരി വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. 1124 മാടായിലെ പള്ളി ഉണ്ടായത് സാമൂതിരി രാജാവിൻ്റെ സഹായത്തോടു കൂടി. മാടായിക്കന്ന് മാരാഹി എന്നാണ് പേര്. പിന്നെ മാടായിയായി. വളപട്ടണം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പട്ടണ വലതൻ എന്ന് പറഞ്ഞൊരു നാടുവാഴിയാണ് അവിടെ മരിച്ചിരുന്നത്. അതൊക്കെ മൂഷിക വംശത്തിൽപ്പെട്ടവരായിരുന്നു. അവിടെ ആ കാലഘട്ടത്തിൽ ആകെ ഒരറക്കൽ
രാജകുടുംബം എന്ന് പറയുന്ന ചെറിയ ഒരു വിഭാഗം മാത്രം കുറച്ചു കാലം ഒരു മുസ്ലിം ഭരണം ഒരു ചെറിയ പ്രദേശത്തുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഹൈന്ദവ സഹോദരന്മാരാണ് ഭരിച്ചിരുന്നത്. ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ധാരാളം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന, ചരിത്രം പഠിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് റിയാസ് എഴുതിയിട്ടുള്ളത്. റിയാസിന് ഇനിയും നന്നായി എഴുതാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. റിയാസ് ആ വിഷയങ്ങളൊക്കെ തന്നെ പരത്തി പറയാൻ ശ്രമിച്ചാൽ വലിയ പുസ്തകമാകും എന്നെനിക്കറിയാം. നിങ്ങളൊക്കെ പുസ്തകം വായിക്കുന്നവരാണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. പുസ്തകം വായിക്കുന്ന എത്ര പേരുണ്ട്? കൈവക്കാൻ എന്തിനാ മടിക്കുന്നു? വായിക്കുന്നവരുണ്ടെങ്കിൽ അത്രയും കുറവ് ആളുകൾ മാത്രമേ ഇവിടെ പുസ്തകം വായിക്കുന്നുള്ളൂ. നിങ്ങളെ പാഠപുസ്തകമല്ല ഞാൻ പറഞ്ഞത്. പാഠപുസ്തകത്തിന് പുറത്തുള്ള പുസ്തകം വായിക്കുന്ന, എഴുതുന്ന ധാരാളം കുട്ടികളുള്ളൊരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. പ്രവാസികളുടെ കൂട്ടത്തിലും അല്ലാതെയും നാട്ടിലും ഇഷ്ടം പോലെ കവിതയും ലേഖനങ്ങളും നോവലും ചെറുകഥയും എഴുതുന്ന ഒന്നാന്തരം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉള്ള ഒരു കാലഘട്ടമാണ്. എത്ര പുസ്തക പ്രകാശനമാണ് നടക്കുന്നത് എല്ലാ ദിവസവും. അതുകൊണ്ട് വായന മരിച്ചിട്ടില്ല എന്ന് ഉറപ്പായിട്ടുള്ളൊരു സംഗതിയാണ്. ഞാനിപ്പോൾ അടുത്ത ദിവസം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുതിയൊരു നോവൽ ഞാൻ അടുത്ത കാലത്ത് വായിച്ചു. അത് വിശപ്പ്, പ്രണയം, ഉന്മാദം എന്നാണ് ആ നോവലിൻ്റെ പേര്. ആ നോവലിൻ്റെ നോവലിസ്റ്റ് വേറെയും പല നല്ല നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകം വായിച്ച് അതിനെക്കുറിച്ച് എൻ്റെ ഒരു നിരൂപണം ഫേസ്ബുക്കിലൊക്കെ കൊടുത്തിരുന്നു. അതിനുശേഷം ഞാൻ ആ ഗ്രന്ഥകാരൻ്റെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. അബ്ബാസ് എന്നാണ് പേര്. കോട്ടക്കലിലെ ആളാണ്. നിങ്ങൾക്ക് അത്ര നല്ല നോവൽ എഴുതുന്ന ആളുകൾ നമ്മുടെ പരിസരത്തുണ്ടെന്നറിയാം. അബ്ബാസിനെ ഞാൻ വിളിക്കുമ്പോൾ അബ്ബാസ് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, സാർ, എന്നെ സാറിനെ വിളിച്ചു. ഞാൻ സാറിനെ അറിയും, ഞാനിപ്പോൾ ഒരു ജോലിയുടെ തിരക്കിലാണ്, എന്താണ് എന്ന് ചോദിച്ചതിനോട്. ജോലിയുടെ തിരക്കെന്ന് പറഞ്ഞാൽ എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക. വേണ്ട, പറഞ്ഞോളൂ പറഞ്ഞു. അപ്പോൾ അയാൾ ഒരു വീട് പെയിൻ്റ് അടിക്കുകയാണ്. ഈസ് എ പെയിൻറ്റർ. വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല. അങ്ങനെ ഇതിന് തൽക്കാലം കെട്ടിയുണ്ടാക്കിയ ഇതിൻ്റെ മേലെ കയറി നിന്ന് പെയിൻ്റ് അടിക്കുമ്പോഴാണ് എൻ്റെ ഫോൺ വരുന്നത്. ഈ പെയിൻറ്റിങ്ങനെ പിടിച്ചുകൊണ്ടാണ്. പെയിൻറ്ററാണ്. അതിമനോഹരമായ നോവൽ വിശപ്പ്, പ്രണയം, ഉന്മാദം. മനുഷ്യ ജീവിതത്തിൻ്റെ കയറ്റങ്ങളും ഇറക്കങ്ങളും ദുരിതങ്ങളും ഈ പറയുന്നതൊക്കെ ശരിയാണ്. അതിൽ പ്രണയമുണ്ട്, ഉന്മാദമുണ്ട്, വിശപ്പുണ്ട്. അതിൻ്റെ കഥകളാണ്. ഇപ്പോഴും അദ്ദേഹം പെയിൻ്റ് അടിച്ചുകൊണ്ട് പുസ്തകം എഴുതി. അതുപോലെ നിസാർ ഇൽത്തുമിഷ് എന്ന് പറയുന്നൊരു അധ്യാപകനുണ്ട് ഓമശ്ശേരി ഭാഗത്ത്. അതേ എഴുതിയ 3 പുസ്തകങ്ങൾ അടുത്ത കാലത്ത് ഞാൻ വായിച്ചു. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്നാണ് ഒരു പുസ്തകത്തിൻ്റെ പേര്. അല്ലേ? തങ്ങളുണ്ട് ചോദിക്കാൻ. നൂറുൽ മുനീറുൽ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ടൊരു പൂർണ്ണാനന്ദമുണ്ട്. അതെന്താണെന്ന് വിചാരിക്കും. അപ്പം കോഴിക്കോട് ജില്ലയിലെ ഒരു മുസ്ലിം കൺസർവേറ്റീവ് യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വന്ന ഒരു മനുഷ്യൻ ക്രമേണ കാശിക്ക് പോയി അവിടെ വെച്ച് പൂർണ്ണാനന്ദൻ എന്ന പേര് സ്വീകരിച്ചു. അപ്പോൾ മുനീറാണ് അവൻ്റെ പേര്. അപ്പോൾ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന് പറഞ്ഞ നോവലാണ്. വായിക്കേണ്ടതാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. അയാൾ കാശിയിൽ സന്യാസിമാരെ പോലെ വസ്ത്രം ധരിച്ചു പോകുമ്പോഴും അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുന്നത് ഖുർആനാണ്. ഖുർആൻ ഓതിയിട്ടാണ് അദ്ദേഹം ഗംഗാനദിയിൽ ഒക്കെ മുങ്ങി കുളിക്കുന്നത്. നല്ല ഒരു കഥയാണ്, വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ദായമ്മക്കൈ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. നിങ്ങളാരും വായിച്ചിട്ടുണ്ടോ? ദായമ്മക്കൈ. പേര് തന്നെ അത്ഭുതമാണല്ലേ. അത് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ സംബന്ധിച്ചൊരു പുസ്തകമാണ്, ദായമ്മക്കൈ. പിന്നെ തലൈക്കൂത്തർ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ദയാവധം നടത്തുന്ന തമിഴ്നാട്ടിലുള്ളൊരു സമ്പ്രദായമാണ്. പ്രായം ചെന്ന് ഒന്നിനും കൊള്ളാതായ ഒരു മനുഷ്യൻ മരിച്ചതിന് നിവൃത്തിയുള്ളൂ വന്നാൽ അയാളെ കൊല്ലുന്നൊരു ചടങ്ങുണ്ട് അവിടെ. ദാറ്റ് ഈസ് കാൾഡ് തലൈക്കൂത്തർ എന്ന് പറയും. തലയിൽ തണുത്ത വെള്ളം ഒഴിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ഒരു മനുഷ്യൻ പതുക്കെ പതുക്കെ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നൊരു ചടങ്ങ് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി നടത്തുന്ന തലൈക്കൂത്തറുണ്ട്. അതെഴുതിയ ഇൽത്തുമിഷുണ്ട്. ഇതൊക്കെ പുതിയ എഴുത്തുകാരാണ്. മരണവംശം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പി.ജി. സന്തോഷ് കുമാറിൻ്റെ? ഇല്ല. ആത്രേയം വായിച്ചിട്ടുണ്ടോ? രാജശ്രീയുടെ? ഇതൊന്നും വായിച്ചിട്ടില്ലേ? പുതിയ പുസ്തകങ്ങളൊന്നും. അങ്ങനെയുള്ള നല്ല നോവലുകളുണ്ട്, കഥകളുണ്ട്. പുസ്തകം വായിക്കുന്ന സ്വഭാവം ഉണ്ടായാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. മറ്റാളുകളുടെ ജീവിതത്തിലൂടെ
ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മുടെ ഒരു 60-70 വയസ്സിനടക്കത്തൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പുസ്തകം വായിക്കാതെ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല വായനക്കാരാവുക എന്ന് പറയും. ഇപ്പം ഞാൻ ഈ മലയാള ഭാഷയോട് ഞാൻ ആദ്യം സ്കൂളിൽ പഠിക്കുമ്പോൾ മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഞാൻ പോകുമ്പോൾ ചമ്മങ്കടവ് GMUP സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ ഹൈസ്കൂളിലെ സഹപാഠികളോട് ചോദിച്ചു, അന്ന് ഏത് പുസ്തകമാണ് ഏത് വിഷയമാണ് എടുക്കേണ്ടത് ലാംഗ്വേജ് എന്ന് ചോദിച്ചു. അന്ന് കരിയർ ഗൈഡൻസ് ഇല്ല, പറഞ്ഞു തരാൻ ആളില്ല, PTA ഇല്ല, രക്ഷിതാക്കൾക്ക് യാതൊരു വിവരവും ഇല്ല. അതുകൊണ്ട് നമ്മളിഷ്ടമുള്ളത് പഠിക്കലാണ്. അവിടെ ചെന്നപ്പോൾ സഹപാഠികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അറബി എടുത്തൊന്ന് വേഗം പാസ്സാവുന്നതാണ്. അങ്ങനെ തന്നെയാണോ? അപ്പോൾ ഞാൻ അറബി എടുത്തു. അവർ പറഞ്ഞിട്ട് എടുത്താണ് എന്നെ. ഞാനെന്താണെന്ന് അവർക്കും അറിയില്ല, അവരെന്താണെന്ന് എനിക്കും അറിയില്ല. അവരൊക്കെ എടുത്ത്, എൻ്റെ കൂട്ടുകാരൊക്കെ എടുത്ത് അറബി. അതുകൊണ്ട് ഞാനും എടുത്തു. വേങ്ങരക്കാരൻ കുഞ്ഞീത് മദനി അറബി പഠിപ്പിക്കുന്ന നല്ല അധ്യാപകനായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അറബി ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂൾ 8, 9, 10 ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. മലയാളം മീഡിയത്തിൽ പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചെന്നാണ്. ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി എന്നുള്ളത് കനകവല്ലി ടീച്ചർ പഠിപ്പിച്ച ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. ഇംഗ്ലീഷ് മീഡിയത്തിലായതുകൊണ്ടാണ് അത് ഇംഗ്ലീഷിലായത്. അപ്പോൾ ഈ ലാംഗ്വേജ് നമ്മളുടെ വായനയിലൂടെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ താല്പര്യങ്ങൾ വേർതിരിഞ്ഞ് തിരിച്ചറിവ് വന്നത് വളരെ വൈകിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും സുലഭമാണ്. വീട്ടുകാരും നാട്ടുകാരും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളും അവൈലബിളാണ്. ഇഷ്ടം പോലെ പോക്കറ്റ് മണിയാണ്. ദാരിദ്ര്യമുള്ള ആളുകളില്ല എന്നല്ല വേണം, എങ്കിലും ഒരു പ്രയാസമില്ല. നാട്ടുകാർ പഠിപ്പിക്കും, അല്ലെങ്കിൽ വീട്ടുകാർ പഠിപ്പിക്കും, അല്ലെങ്കിൽ സംഘടനകൾ പഠിപ്പിക്കും. എല്ലാ സൗകര്യങ്ങളുണ്ട്. നല്ല ക്ലാസ് മുറികളുണ്ട്, നല്ല അധ്യാപകരുണ്ട്, സ്കൂളിൽ പോകാൻ വാഹനമുണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നടന്ന് കാല് തേഞ്ഞ് ചെരുപ്പ് തേഞ്ഞൊക്കെ പഠിച്ചവരാ ഞങ്ങളൊക്കെ. 3 കാലുള്ള ബെഞ്ചിൽ ശ്രദ്ധിച്ചിരുന്നിട്ട് 4ാമത്തെ കാലുണ്ടാക്കാൻ ആളില്ലാത്തതുകൊണ്ട് മറിഞ്ഞു വീഴാതെ ഒക്കെ ഇരുന്നവരാ. ബ്ലാക്ക് ബോർഡിലൊക്കെ സാറ് എഴുതുമ്പോൾ ബ്ലാക്ക് ബോർഡിനൊരു ഓട്ടം ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ചോക്ക് അവിടെ ചെല്ലുമ്പോൾ കുടും തന്നെ അകത്തേക്കാണ് എഴുതാൻ പറ്റില്ല. അങ്ങനെയുള്ള അസൗകര്യങ്ങളിലൊക്കെ പഠിച്ചുകൊള്ളുന്നത് നിങ്ങൾ വളരെ നല്ല ഭാഗ്യം ചെയ്തവരാണ്. പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങളോടൊന്നും നിങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. നിങ്ങളെ ശത്രുക്കളായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അധ്യാപകന്മാരും പുരോഹിതന്മാരും രക്ഷിതാക്കളുമാണ്. ഇവിടെയുള്ള എല്ലാവരും പെടും ഏതെങ്കിലും ഒരു കാറ്റഗറി അല്ലേ? കുട്ടികളൊക്കെ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് പ്രത്യേക ഒരു ലോകമാണ്. നിങ്ങൾ കിടക്കുന്ന എപ്പോഴാണെന്ന് വീട്ടുകാർക്ക് അറിയില്ല, ഉറങ്ങുന്ന എപ്പോഴാണെന്ന് അറിയില്ല, രാവിലെ നേരത്തെ എണീക്കില്ല, സൂര്യൻ കിഴക്ക് ഭാഗത്ത് ഉദിക്കുന്നു എന്ന് വായിച്ച പരിചയമുള്ളൂ അല്ലേ? ഒരിക്കലും സൂര്യോദയം കണ്ടിട്ടില്ല. എല്ലാവരും ഇല്ല കേട്ടോ, ചില കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണത്. ജെൻസി എന്നൊക്കെ പറയും അല്ലേ? പുതിയ ജനറേഷൻ അങ്ങനെയാണ്. അതെന്താ കാരണം? ഈ രാഷ്ട്രീയ രംഗത്തൊക്കെയുള്ള ആളുകളെ കുറിച്ച് എല്ലാ ദിവസവും പത്രങ്ങളിലും മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും മോശമായിട്ട് ഇങ്ങനെ വരികയാണ്. എല്ലാ പാർട്ടിക്കാരെ കുറിച്ചും എല്ലാ നേതാക്കന്മാരെ കുറിച്ചും. അതോടുകൂടി ഈ കാറ്റഗറി മുഴുവൻ മോശമാണെന്ന് അവർ തീരുമാനിച്ചു. ഒരാൾക്കും ആർഗ്യൂ ചെയ്തിട്ട് ഞാൻ ശരിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളെല്ലാവരും തെറ്റാണെന്ന് അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒരു പരസ്പരം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ വേറെ ലോകത്താണ്. നിങ്ങളെല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്ന ആമസോണിനും നെറ്റ്ഫ്ലിക്സിൽ നിന്നുമാണല്ലേ? എല്ലാ ദിവസവും എൻ്റെ വീട്ടിലും കുട്ടികളുള്ളത് കൊണ്ട് ഓരോ പെട്ടി വരും. ഓട്ടോറിക്ഷക്കാരനോ ആരെങ്കിലും കൊണ്ടുത്തരും. ആ പെട്ടിയൊക്കെ ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. ഐഷ ഫെമിൻ ഇവിടെ ഉണ്ടോ ഇങ്ങനെ കൊടുക്കും. വേറെ ജൗഹറുണ്ടോ ഒന്ന് കൊടുക്കും. കുട്ടികൾക്ക് കൊടുക്കും. എന്താ പെട്ടി അറിയില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും പെട്ടികളിൽ വരികയാണ്. ഒരാളും കടയിൽ പോയി ഒന്നും വാങ്ങണില്ല. ആമസോണിൽ വരികയാണ്. ഈ ആമസോൺ എന്ന് പറയുന്ന കമ്പനി അവർക്ക് ചൈനയിലൊരു വലിയ സ്ഥാപനമുണ്ട്, മറ്റ് സ്ഥലങ്ങളിലുണ്ട്. ചൈനയിൽ അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് 60,000 റോബോട്ട്സാണ്. 60,000 റോബോട്ടുകളാണ് ചൈനയിൽ മാത്രം പണിയെടുക്കുന്നത്. റോബോട്ട്സിനെ അപ്പോയിൻ്റ് ചെയ്ത എന്താ ഗുണം? റോബോട്ട്സിന് വാഷ്റൂം വേണ്ട, മെറ്റേണിറ്റി ലീവ് വേണ്ട, രാത്രിയിൽ കറണ്ട് വേണം പക്ഷേ ലൈറ്റ് വേണ്ട. അവർ യൂണിയൻ ഉണ്ടാക്കില്ല. വേറെ വലിയ സൗകര്യമാണ്. അതുകൊണ്ട് റോബോട്ട്സാണ് വർക്ക് ചെയ്യുന്നത്. അൽബേനിയ എന്ന് തോന്നുന്നത് ഒരു രാജ്യത്ത് ഒരു മന്ത്രി റോബോട്ടാണ്. ഒരു മന്ത്രി. ഞാൻ പല സ്ഥലത്തും ഞാൻ ഫാറൂഖ് കോളേജിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റോബോട്ടിക് മിനിസ്ട്രിയാണ് ഇനി വേണ്ടതെന്ന്. കേന്ദ്രത്തിലും ഒരു റോബോട്ടിക് മന്ത്രിസഭ, ഒരു പ്രൈം മിനിസ്റ്റർ ഒരു റോബോട്ട്. എന്നാൽ ഒരു അഴിമതി ഉണ്ടാവില്ല, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, പക്ഷപാതം ഉണ്ടാവില്ല. അങ്ങനെ ഉള്ളൊരു കാലം വന്നുണ്ടായിരിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കാലം ഒരു പുതിയ കാലമാണ്. പക്ഷെ ചരിത്രം വിസ്മരിച്ചുകൂടാ. മനുഷ്യവംശം എന്നാണ് ഉണ്ടായതെന്ന് ചരിത്രം പറയുന്നുണ്ട്.
മതങ്ങളും വിശ്വാസ പ്രമാണങ്ങളും വേറെയും പറയുന്നുണ്ട്. ഞാൻ ഒന്നിനെയും ന്യായീകരിക്കില്ല. ചരിത്രം പറയുന്നത് ആർക്കിയോളജി, ഹിസ്റ്ററി, ആന്ത്രപ്പോളജി, ലിംഗ്വിസ്റ്റിക്, ജനറ്റിക്സ്, പാലിയന്റോളജി, ഈ ശാസ്ത്രങ്ങളെല്ലാം ചേർന്ന് നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായി കണ്ടെത്തിയിട്ടുള്ളത് ദ ഫസ്റ്റ് ഹ്യൂമൻ വാസ് ബോൺ ഇൻ ആഫ്രിക്ക, ഇൻ ജിബൂട്ടി, ഇൻ എരിത്രിയ. സാഗ്രോസ് മലയുടെ മുകളിൽ ഒരു കുന്ന്, ഒരു കുഴിയിൽ, ഒരു ഗുഹയിൽ നിന്ന് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ഫോസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ ആദ്യം ഉണ്ടായത് ആഫ്രിക്കയിലാണ്. ഇന്നത്തെ ശാസ്ത്രം അതാണ്. ആഫ്രിക്കയിൽ നിന്ന് ലോകമാകെ നടന്ന് നടന്ന് പരന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളിപ്പം മങ്കട സ്കൂളിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ ഈ വൈബ് കേൾക്കാൻ വേണ്ടി വന്നു. പൂർവികന്മാർ നടക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് വർഷം നടന്ന് ചത്ത് കൊന്ന് കണ്ടവരുമായി ഇണചേർന്ന് കുട്ടികളുണ്ടായി, അടിയുണ്ടായി, ഇടിയുണ്ടായി. ആഹാരത്തിന് വേണ്ടി ടൈഗ്രീസ് നദിയുടെ തീരത്ത്, യൂഫ്രട്ടീസിൻ്റെ തീരത്ത്, നൈലിൻ്റെ തീരത്ത്, ഗംഗ, യമുന, സിന്ധു, കാവേരി നദീതടങ്ങളെ അന്വേഷിച്ച് ലക്ഷോപലക്ഷം വർഷങ്ങൾ നടന്ന് നടന്ന് നമ്മുടെ പൂർവികർ ഇറാനിൽ നിന്ന് വന്ന ഫാമേഴ്സ്, ആദ്യമായിട്ട് കൃഷി ഇന്ത്യക്കാരെ പഠിപ്പിച്ചത് ഇറാൻകാരാണ്, പേർഷ്യക്കാരാണ്. ആ ഫാർമേഴ്സ് വന്നിട്ട് പിന്നെ സെറ്റിലായപ്പോഴാണ് സിന്ധു നദീതട സംസ്കാരമൊക്കെ ഉണ്ടായത്. മെസൊപ്പൊട്ടോമിയൻ കൾച്ചർ ഉണ്ടായത്. മെസൊപ്പൊട്ടോമിയ പറഞ്ഞാൽ 2 നദികൾക്ക് ഇടയിലുള്ള സ്ഥലം എന്നാണ് അർത്ഥം. ലോകത്തിലെ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും പഴയ നാഗരികത അതാണ്, മെസൊപ്പൊട്ടോമിയ നാഗരികതയാണ്. അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ സിന്ധു നദീതട നാഗരിക. അപ്പോൾ ചരിത്രം വായിച്ചാൽ ഇങ്ങനെ ഒരുപാട് വെളിച്ചം നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഇപ്പോൾ ഹിന്ദു ചക്രവർത്തിമാരാണ് കേരളം ഭരിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഫ്രം വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഹിന്ദു? ഹിന്ദു എന്നുള്ള വാക്ക് എങ്ങനെ ഉണ്ടായത്? ഹിന്ദു എന്ന് പറഞ്ഞാൽ സിന്ധു എന്നിൽ നിന്നാണ് ഹിന്ദു ഉണ്ടായത്. അത് പേർഷ്യക്കാരിട്ട പേരാണ് ഹിന്ദു. ഈ സിന്ധു നദിയുടെ ഇപ്പുറത്ത് താമസിക്കുന്ന സകല മനുഷ്യരെയും അവർ വിളിച്ചത് ഹിന്ദു എന്നാണ്. എന്നാൽ എന്തുകൊണ്ട് അവർ സിന്ധു എന്ന് വിളിച്ചില്ല? വിളിക്കാൻ കാരണം അവരുടെ ഭാഷയിൽ സാ ആദ്യം വന്ന ഹ എന്നാണ് ഉച്ചരിക്കുക. അതുകൊണ്ട് അവർ സിന്ധുവിന് പകരം ഹിന്ദു എന്ന് വിളിച്ചു. ആരാപ്പോൾ ഹിന്ദു? ജിയോഗ്രഫിക്കൽ പേരാണത്, മതത്തിൻ്റെ പേരല്ല. എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ്. അത് പറഞ്ഞ് എൻ്റെ നേരെ തിരിയണ്ട. പക്ഷേ അത് പേർഷ്യൻ ചക്രവർത്തിമാർ, പേർഷ്യയിലെ ഭരണാധികാരികൾ സിന്ധു നദിയുടെ ഇപ്പുറത്ത് താമസിക്കുന്ന എല്ലാ മനുഷ്യരെയും, അന്ന് ഇന്ത്യ ഇല്ല, ഈ ഭൂപ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യർക്കിട്ട പേരാണ് ഹിന്ദു. ഇപ്പോഴും അൽ ഹിന്ദ് എന്നാണ് പറയുന്നത്. ഹിന്ദുസ്കി എന്നാണ് റഷ്യക്കാർ പറയുക. ഹിന്ദ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരാണ്. അതൊരു മതത്തിൻ്റെ പേരല്ല. പിന്നെ ആരാണ്ട് ബ്രിട്ടീഷുകാരോ ആക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ ജപ്പാനിലൊരു രാജാവുണ്ട്. അയാളുടെ വംശത്തിൻ്റെ പേര് ഹിരോഹിറ്റോ എന്നാണ് അയാളുടെ പേര്. ഹിരോഹിത്തോ. വാസ്തവത്തിൽ അയാൾ ഹിരോഹിത്തോ അല്ല, സുരോസുത്തോ ആണ്. സുരോസുത്തോ എന്ന് പറഞ്ഞാൽ സൂര്യസുതൻ എന്നാണ്, സൂര്യൻ്റെ പുത്രൻ എന്നാണ്. പക്ഷെ അവിടെയും സാ പറയാത്തതുകൊണ്ട് ഹിരോഹിത്തോ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇതുപോലുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യവംശത്തിൻ്റെ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, അതുപോലെ ചിലർ പറയുന്നുണ്ട് ഇവിടെ മാത്രം പ്രത്യേകമായി ഒരു നല്ല ബ്ലഡുള്ള ഒരു പ്രത്യേകതരം മനുഷ്യവംശത്തിൻ്റെ ഇടയിൽ ഒരു മുന്തിയ കൂട്ടർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പ്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. മനുഷ്യവംശം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. ഒരു മാതാവിൻ്റെ അവരിൽ ഉയർന്നവനും താഴ്ന്നവനും ഒന്നുമില്ല, തുല്യരാണ്. ആ തുല്യരായ മനുഷ്യർ പരസ്പരം കലർന്നവരാണ്. പരിശുദ്ധമായ ഒന്നില്ല, എല്ലാവരും പരസ്പരം കലർന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ആ മനുഷ്യവംശം ഇന്ത്യയിലേക്ക് വന്നത് 74,000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം അടുത്ത് ഉഗാണ്ടയിൽ എവിടെ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായില്ല? എവിടെ ഇരുന്നത് ആർക്കെങ്കിലും അറിയാം? ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായി. നമ്മളെ ഫ്ലൈറ്റൊക്കെ നിർത്തിവെച്ചില്ലേന്ന്. ആകാശത്ത് അതിൻ്റെ ക്ഷാരങ്ങളും ധൂളികളും വന്നിട്ട് ഇന്ത്യയിലെ ഫ്ലൈറ്റ് വരെ നിർത്തിവെച്ചു. അടുത്ത കാലത്തുണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനം എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുണ്ടായിരുന്നു. എന്നാൽ 76,000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിലെ ഉണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് തോബ ലേക്ക് എന്ന് പറയുന്ന തടാകം. തോബ തടാകം എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ നീളം, 30 കിലോമീറ്റർ വീതിയുള്ള വലിയ തടാകമാണ്. അതിൻ്റെ മധ്യത്തിലൊരു ദ്വീപൊക്കെ ഉണ്ട്. അവിടെ സാധാരണ പോലെ ഒരു പർവ്വതമായിരുന്നു. അത് പൊട്ടി
അതിൻ്റെ ക്ഷാരങ്ങളും കണികകളും എല്ലാം ധൂളികളെല്ലാം ആകാശത്ത് 1000 കൊല്ലുണ്ടായിരുന്നു. അത് ഇന്ത്യ അടക്കം പല രാജ്യങ്ങളിലും അന്ന് വീണിട്ടുണ്ട്. അങ്ങനെ വീണ ഒരു സ്ഥലം ആന്ധ്രയിലെ കർണൂർ ജില്ലയിലെ ജ്വാലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് എക്സ്കവേഷൻ നടത്തിയപ്പോൾ ഈ അഗ്നിപർവ്വതത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട്. 1000 വർഷം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ക്ഷാരം ആകാശത്ത് പറന്ന് നടക്കുന്ന സ്ഥിതി ആലോചിക്കുക. അന്ന് ഫ്ലൈറ്റ് ഇല്ല, അതുകൊണ്ട് നിർത്തേണ്ടി വന്നിട്ടില്ല. 74,000 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ അഗ്നിപർവ്വത സ്ഫോടനം 15,000 കൊല്ലങ്ങൾക്ക് ശേഷം പൊട്ടിയതാണ്. അതിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എന്നാലും 5-6 രാജ്യങ്ങളിലെങ്കിലും ഫ്ലൈറ്റൊക്കെ മുടങ്ങുന്ന സ്ഥിതിവിശേഷം. അപ്പോൾ ഇവിടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, കലഹങ്ങളുണ്ടായിട്ടുണ്ട്. മനുഷ്യർ സ്നേഹിച്ചിട്ടുണ്ട്, പ്രണയിച്ചിട്ടുണ്ട്, കലഹിച്ചിട്ടുണ്ട്, ഇണ ചേർന്നിട്ടുണ്ട്, എല്ലാവരും കലർന്ന് ഒന്നായി തീർന്നിട്ടുണ്ട്. ആ ചരിത്ര സത്യങ്ങളിലേക്ക് നിങ്ങൾ കണ്ണോടിക്കണം. അതുപോലെ ലാംഗ്വേജ്, ചിലർ പറയും നമ്മുടെ ലാംഗ്വേജാണ് ലോകാകെ പരന്നത്. നോ, അബ്സല്യൂട്ട്ലി റോങ്. ക്രിഗൻ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞൊരു തീസിസ് ഉണ്ട്. അത് വെച്ചിട്ട് ലോകത്ത് 3 ഗ്രൂപ്പാണ് ലാംഗ്വേജ് ഉണ്ടായത്. 3 ലാംഗ്വേജ് ഗ്രൂപ്പാണ്. അതിൽ നിന്ന് വന്നതാണ് സാൻസ്ക്രിറ്റും ഹിന്ദിയും ഒക്കെ അതിൽ നിന്ന് വന്നതാണ്. ഇന്ത്യയിൽ തന്നെ 3 ലാംഗ്വേജ് ഗ്രൂപ്പുണ്ട്. ആ 3 ലാംഗ്വേജ് ഗ്രൂപ്പിൽ ഒന്ന് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ മണിപ്പൂർ, മേഘാലയ, ത്രിപുരയിലൊക്കെ ഒരു ലാംഗ്വേജ്, പിന്നെ ഉത്തരേന്ത്യയിൽ വേറൊരു ഗ്രൂപ്പ് ലാംഗ്വേജ്, സൗത്ത് ഇന്ത്യയിൽ വേറൊരു ഗ്രൂപ്പ് ലാംഗ്വേജ്. സമദ് മങ്കട എന്ന് പറയുന്ന മറ്റൊരു എഴുത്തുകാരനും മങ്കടയുടെ അഭിമാനവുമായ എൻ്റെ സ്നേഹിതൻ, എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യണം, ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഇതൊക്കെ പറയണം. അതിൻ്റെ അർത്ഥം നിങ്ങൾ റിയാസിൻ്റെ പുസ്തകം വായിക്കണമെന്നും കൂടിയാണ്. അങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ആരാണെന്ന് സ്വയം തിരിച്ചറിയേണ്ട പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യ എന്താണ്, ഭാരതം എന്താണ്, എങ്ങനെയാണത് ഇന്ത്യ ഉണ്ടായത്? നമ്മളിപ്പോൾ ഇവിടെ ഡെമോക്രസി, ഇവിടെ സത്താർ സാറും ഒക്കെ പറഞ്ഞു ജനാധിപത്യം, മതേതരത്വം, ബഹുസ്വരത എന്ന് പറയും. ബഹുസ്വരത കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ വരച്ച ചിത്രമാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതങ്ങൾക്കിടയിൽ വിവേചനം ഇല്ലാതെ മാത്രമേ ഉള്ളൂ. ബഹുസ്വരത കാരണം മതം മാത്രമല്ല, സംസ്കാരം, ആചാരം, അനുഷ്ഠാനം, വൈവിധ്യമാർന്ന എല്ലാം ഒന്നു ചേരുമ്പോൾ ബഹുസ്വരമാണ്. അത് മതേതരത്വത്തെക്കാൾ വലുതാണ്. ആ ബഹുസ്വര രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ്. ജനങ്ങളാണ് ഇവിടെ പരമാധികാരികൾ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രീആമ്പിളിൽ വന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചുള്ള പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം ചേർത്തിട്ടാണ് അതുണ്ടായത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ഇതൊക്കെ ചരിത്രമാണ്. നിങ്ങൾക്ക് ഇന്നുള്ളൊരു പ്രത്യേകത എന്താ പറയുക, ആളുകൾക്ക്, കുട്ടികൾക്കൊന്നും, പുതിയ കുട്ടികൾക്കൊന്നും മഹാത്മാഗാന്ധി അറിഞ്ഞൂടാ, നെഹ്റുവിനെ അറിഞ്ഞൂടാ, സ്വാതന്ത്ര്യ സമരം അറിഞ്ഞൂടാ, അബുൽ കലാം ആസാദിനെ അറിഞ്ഞൂടാ. എങ്ങനെയോ ഞങ്ങളിവിടെ ഉണ്ടായി, പാപ്പ ഗൾഫിലാണ് എന്നറിയാം, പൈസ മുടങ്ങാതെ വരുന്നുണ്ടെന്നറിയാം, ഇമ്മ അതെല്ലാം കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ചോദിച്ചൊക്കെ ഒന്നും കിട്ടുന്നുണ്ട്, അതിനപ്പുറം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊന്നുമല്ല. എങ്ങനെയാണ് ഈ ഇന്ത്യ ഉണ്ടായത്? മഹാത്മാഗാന്ധി ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് എന്നാണ്. വാട്ട് യു മീൻ ബൈ ഡെമോക്രസി? എന്താണ് കുട്ടികളെ ഡെമോക്രസി? ബാപ്പുജിയോട് സ്കൂളിലെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഡെമോക്രസി എന്ന് ഗാന്ധിയോട്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞത്, കുട്ടികളെ, നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാമനായി തീരുകയാണെങ്കിൽ, നിങ്ങൾ ഒന്നാമനായി തീരാൻ കാരണം വേറെയും ചിലർ കൂടെ ഓടാനുണ്ടായിരുന്നത് കൊണ്ടാണെന്ന് അറിയലാണ് ഡെമോക്രസി. ഒറ്റക്ക് ഓടിയാൽ ആരും ഒന്നാമനാവുകയില്ല. അപ്പോൾ എല്ലാവരും ഓടി അതിലൊരാൾ ജയിക്കുമ്പോൾ മറ്റവരെയും കൂടി ബഹുമാനിക്കണം. അതാണ് ഡെമോക്രസി. ഇറ്റ് ഈസ് നോട്ട് മെജോറിറ്റേറിയനിസം. അത് മെജോറിറ്റേറിയനിസം അല്ല, ഭൂരിപക്ഷ ആധിപത്യമല്ല, വ്യത്യസ്തനായിരിക്കുവാനുള്ള അവകാശമാണ്. അങ്ങനെ വ്യത്യസ്തനായിരിക്കുന്നത് കൊണ്ട് ആപത്തൊന്നും വരികയില്ല എന്ന വിശ്വാസമാണ് ജനാധിപത്യം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധിജി പറഞ്ഞു, ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനും ആകുന്നു. ഹിന്ദു ആണെങ്കിൽ നല്ല ഹിന്ദു ആകണം, മുസ്ലിം ആണെങ്കിൽ നല്ല മുസ്ലിം ആകണം, ക്രിസ്ത്യാനി ആണെങ്കിൽ നല്ല ക്രിസ്ത്യാനി ആകണം. ഇന്ന് നമ്മുടെ രാജ്യത്ത് കുഴപ്പമുണ്ടാകാൻ കാരണം ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇസ്ലാം പറഞ്ഞുകൂടാ, ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ പറഞ്ഞുകൂടാ, ഹിന്ദുക്കൾക്ക് വേദങ്ങൾ പറഞ്ഞുകൂടാ. അതുകൊണ്ട് പറഞ്ഞു കേട്ട ചില വേഷഭൂഷാദികളും അടിപിടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അല്ലേ. ഏക ദൈവം, ദൈവത്തിൻ്റെ ഏകത്വമാണ് ഇസ്ലാം പ്രധാനമായിട്ടും. ബാക്കി അതിൻ്റെ അനുബന്ധങ്ങളാണ്. ഫസ്റ്റ് അതാണ്. അള്ളാഹു അഹദാണ് അല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാകുന്നു.
അല്ലാഹു സമദ്, അവൻ ആരെയും ആശ്രയിക്കാത്തവനാകുന്നു. ലം യലിദ്, അവൻ ജനിച്ചിട്ടില്ലാത്തവനാകുന്നു. വലം യൂലദ്, അവൻ ജനിപ്പിച്ചിട്ടില്ലാത്തവനാകുന്നു. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനെപ്പോലെ ആരുമില്ല. ദാറ്റ് ചാപ്റ്റർ ഹാസ് ബീൻ ക്ലോസ്ഡ്. നീ ചോദിക്കണ്ട, ഫിനിഷ്ഡ്. അവനെപ്പോലെ ആരുമില്ല എന്നാണ്. ഇപ്പോൾ ഏക ദൈവമാണ്. ഹൈന്ദവ സഹോദരന്മാർക്ക് ഒരേ ദൈവം മാത്രമേ ഉള്ളൂ, ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ഏകയേവ 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 എന്നാണ് വേദം പറയുന്നത്. ഏകം സത്വ വിപ്ര ബഹുധ വദന്തി, സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ആചാര്യന്മാർ അതിനെ പലതായി വ്യാഖ്യാനിച്ചു എന്നാണ് അല്ലേ. ജീസസ് ക്രൈസ്റ്റ്, ഇത് ക്രിസ്തുമസിൻ്റെ കാലമാണ്. യേശു ക്രിസ്തു, ബൈബിൾ പ്രകാരം യേശുവിനോട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചോദിച്ചു, ഗുരു, മുഖ്യമായ പ്രമാണം എന്താണ്? യേശു പറഞ്ഞു, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാകുന്നു. ദൈവം സൽഗുണ സമ്പൂർണനാണെന്നാണ് ബൈബിൾ പറഞ്ഞത്. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. അല്ലേ? പൂർണ്ണത്തോട് പൂർണ്ണം ചേർത്താലും പൂർണ്ണത്ത് പൂർണ്ണം എടുത്താലും പൂർണ്ണം അവശേഷിക്കുന്നു. അപ്പോൾ ദൈവം ഒന്നേ ഉള്ളൂ. മനുഷ്യരെല്ലാം തുല്യരാണ്. ബഹുസ്വര രാജ്യമാണ്, ജനാധിപത്യമാണ്, ജനങ്ങളോടൊപ്പം നിൽക്കണം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയാണ്. ഗാന്ധിജിയെ കാണാൻ വേണ്ടി ഒരു ദിവസം മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമത്തിൽ വന്നു. സബർമതി ആശ്രമത്തിൽ വന്ന് അദ്ദേഹം പുറത്തിരിക്കുകയാണ്, ഗാന്ധിജി അകത്താണ്. രണ്ട് വിഭാഗം കൃഷിക്കാർ തമ്മിലുള്ള തർക്കം തീർക്കാൻ വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുക. 1.5 മണിക്കൂർ വരെ ഗാന്ധിജി പുറത്തു വന്നില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞ് ഗാന്ധിജി പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഈ കൃഷിക്കാരെ ഒപ്പം നിർത്തിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭുവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം ചാടി എണീറ്റ് പറഞ്ഞു, ബാപ്പുജി, ഐ ആം ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഐ ആം ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഞാൻ ഇന്ത്യയുടെ ഗവർണർ ജനറലാണ്. 1.5 മണിക്കൂറിനെ ഇരുത്തിയത് ശരിയായില്ല എന്നാണ്, പക്ഷെ പറഞ്ഞില്ല. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ബട്ട് ദ നാഷൻ ബിലോങ്സ് ടു ദം. പക്ഷേ രാജ്യം ഇവരുടേതാണ്, ഈ കൂടെ വന്ന ആൾക്കാരുടെയാണ്. നിങ്ങൾ അവരെ ജോലിക്കാരനാണെന്ന് അർത്ഥം. മൗണ്ട് ബാറ്റൻ പ്രഭു ഇവരുടെ ഈ കൃഷിക്കാരുടെ ജോലിക്കാരനാണെന്ന് അർത്ഥം. അതാണ് ഗാന്ധിജി. ആ ഗാന്ധിജി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പിൽ നിന്ന് ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രമാക്കിയവരാണ്. ഇവിടെയും നടന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നേരത്തെ ആമുഖത്തിലൂടെ പറഞ്ഞത്. അത് പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ്, അത് റിയാസും എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. ധീരോദാത്തമായ പ്രക്ഷോഭ സമരങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് നടത്തിയ പ്രദേശത്താണ് നമ്മളുള്ളത്. മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്ടുണ്ടായിരുന്നു. വാര്യംകുന്നത്ത് മാത്രമല്ല, അലിമുസ്ലിയാർ മാത്രമല്ല, ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു. വാഗൺ കൂട്ടക്കൊലയിൽ മരിച്ചവരിൽ തൂതയിലും ആലിപ്പറമ്പിലുമുള്ള ഹിന്ദുക്കളുണ്ടായിരുന്നു. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭ സമരങ്ങളുടെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ചരിത്രം അറിയാതെ നമ്മളെങ്ങനെ, നമ്മുടെ രക്ഷിതാക്കന്മാരുടെ നിങ്ങളുടെ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും അച്ഛൻ്റെയും അമ്മൻ്റെയും മുമ്പ് ആരുണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ആദ്യം ആ ചരിത്രം ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഇപ്പോൾ ബാപ്പ ജീവിച്ചിരിപ്പുള്ള ആൾക്കാർ ബാപ്പായോട് ചോദിക്കും, നിങ്ങളെ ബാപ്പ ആരായിരുന്നു? ആ മൂപ്പര ബാപ്പ ആരായിരുന്നു? എത്ര തലമുറ കിട്ടും? ഉമ്മാനോട് ചോദിക്കും, നിങ്ങളെ ഉമ്മ ആരായിരുന്നു? അതിൻ്റെ ഉമ്മ ആരായിരുന്നു? ഒരു 3-4 തലമുറ വരെ പോകും. അതിനപ്പുറത്ത് പിന്നെ എന്തായിരുന്നു എന്ന് മനസ്സിലാവില്ല, കിട്ടൂല. ഇനി നമ്മളെ കുട്ടികളൊക്കെ വലുതാവുമ്പോൾ അവരോട് വാപ്പാരെയെന്ന് ചോദിച്ചാൽ എന്തൊരു കാതറായിരുന്നു എന്ന് പറയുന്നല്ലാതെ മകൾക്ക് അത് ഓർമ്മ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പൂർവികന്മാരെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച് അറിയുക, ഭാവിയെക്കുറിച്ച് അറിയുക. അതിന് നിങ്ങൾ പരിശീലനം നേടുന്ന ഒരു സമയമാണ് ഈ ഉപജില്ലയിൽ. അതിനാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരങ്ങളെപ്പോലെ ആ പോർച്ചുഗീസുകാർക്കെതിരായി പടവെട്ടിയവരാണ് ഈ പ്രദേശത്തുള്ളത്. മലബാറിൽ സാമൂതിരി രാജാവിൻ്റെ നാവികസേന എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിമരക്കാരും മുസ്ലിങ്ങളുമായിരുന്നു. കരസേന നായർ സമുദായത്തിൻ്റെ സേനയായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ തോഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച ആളാണ്. സാമൂതിരി രാജാവ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ജുമാക്ക് പോകാത്ത മുസ്ലിങ്ങൾക്ക് കോഴിക്കോട് ഫൈൻ ഇട്ടിരുന്നു. നമ്മളോട്ടുള്ള വിരോധം കൊണ്ടല്ല, മുസ്ലിമായി നിസ്കരിക്കണം എന്നതിൻ്റെ അർത്ഥം. ആ സാമൂതിരി രാജാവ് നമ്മളായിട്ട് നല്ല ബന്ധമായിരുന്നു, മുസ്ലിങ്ങളൊക്കെ ആയിട്ട് എല്ലാ സ്ഥലത്തും അങ്ങനെയിരുന്നു. അപ്പോൾ ആ നന്മ നമ്മളിൽ നിന്ന് മാഞ്ഞു പോകാൻ പാടില്ല. ഈ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കാലഘട്ടത്തിൽ അതിന് അടിമകളായി പോകാൻ പാടില്ല. നന്നായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യണം. നമ്മുടെ മലബാറിലെ ഈ കേരളത്തിലെ 35 ലക്ഷം കുട്ടികൾ വിദേശ രാജ്യങ്ങളിലാണ് ഇപ്പോൾ പഠിക്കുന്നത്.
ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കുട്ടികളുണ്ട്, നിങ്ങളുടെ നാട്ടുകാരുണ്ട്. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും കാനഡയിലും സ്വിറ്റ്സർലൻഡിലും നോർവേയിലും സ്വീഡനിലും ഓസ്ട്രേലിയയിലും ചൈനയിലും റഷ്യയിലും നമ്മുടെ മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലേ? മലയാളികളായിട്ട് ഈ പ്രദേശത്തൊക്കെ ഉള്ള കുട്ടികൾ പഠിക്കുന്നു. 35 ലക്ഷം കുട്ടികൾ വിദേശത്താണ്. കാരണം എന്താ? അവരുടെ ഭാവനക്ക് അനുയോജ്യമായ പഠന സൗകര്യങ്ങളും സംവിധാനങ്ങളും നല്ല സർവകലാശാലകളും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അന്വേഷിച്ച് പോവുകയാണ്. ഉക്രൈൻ വാർ നടക്കുമ്പോൾ ബങ്കറിൻ്റെ ഉള്ളിൽ നിന്ന്, ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് മൈമൂനത്തും സഫിയൊക്കെ എണീറ്റ് വരുന്നുണ്ട്. ഒരവിടെ പഠിക്കാൻ പോയതാണ്. ഈ ബങ്കറിൽ ബോംബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിരുന്നു. അവിടെ ആളുണ്ടെന്ന് അർത്ഥം. ഈ ദേശത്ത് പഠിക്കുക. 12 ലക്ഷം വീടുകൾ ഈ കൂട്ടിക്കിടക്കുക കേരളത്തിൽ, ഗൾഫുകാരുടെ വീടുകളാണ്. അവിടെ ആരും ബാക്കിയില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പഠിക്കണം, അറിയണം, ധാരാളം വായിക്കണം, മനസ്സിലാക്കണം. ഇവിടെ എഴുതപ്പെട്ട ഒരു പുസ്തകം, അത് വള്ളുവനാടിൻ്റെ ചരിത്രമാണ്. നിങ്ങൾക്ക് സ്കൂളിലെ കുട്ടികളായതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓറൽ ഹിസ്റ്ററി ഉണ്ടാക്കാൻ പറ്റും. വീടുകളിൽ നിങ്ങൾ ബാച്ചായിട്ട് എല്ലാ സ്കൂളിൽ നിന്നും തീരുമാനം എടുത്തിട്ട് അവിടെയുള്ള പഴയ വീടുകളിലൊക്കെ പോയിട്ട് അവിടെയുള്ള പഴയ സാധനങ്ങളൊക്കെ സമാഹരിച്ച് സ്കൂളിൽ നിങ്ങൾക്കൊരു മ്യൂസിയം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കലപ്പ കിട്ടും അല്ലേ, മീൻകൊട്ട കിട്ടും, കോളാമ്പി കിട്ടും അല്ലേ, പത്തിരി പരത്തുന്ന പലക കിട്ടും, പഴയ മൺവെട്ടി കിട്ടും. ഇങ്ങനെയുള്ള പല സാധനങ്ങളും അവിടെ പഴയതുണ്ടാവും. ഒക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് സ്കൂളിലൊരു മ്യൂസിയം തുടങ്ങിയില്ലെങ്കിൽ ഇനി ആ സാധനം കാണാനുണ്ടാവില്ല. അത് ഈ കൊട്ടോട്ടറിഷീറ്റ് വന്നിട്ടുള്ളവർ എടുത്തുകൊണ്ടു. ഇതൊക്കെ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കണമെന്ന് അല്ലേ? 5000 രൂപേൻ്റെ സാധനം എടുത്തിട്ട് 100 രൂപ കൊടുത്തിട്ട് സന്തോഷമായിട്ട് പോകും. എന്നാലും അത് ഒഴിഞ്ഞ് കിട്ടിയാലൊന്നും. അതെല്ലാം നിങ്ങൾക്ക് സ്കൂളിൽ ശേഖരിച്ച് മ്യൂസിയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സ്കൂളിൽ നല്ല ഡിസ്കഷൻസ് പുസ്തകങ്ങളെ പറ്റി നടത്താൻ പറ്റും. ഞാൻ പറഞ്ഞ ഈ കുട്ടികളെല്ലാം തന്നെ ഒരു ദിവസം ഈ റിയാസ് എഴുതിയ വള്ളുവനാടൻ ദേശങ്ങളിലൂടെ എന്ന പുസ്തകം ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നാണ് പറയുന്നത്. അത് സിമ്പിളുള്ളൊരു കാര്യം. ഒരാളിരുന്ന് വായിക്കുക, 2-3 ദിവസം വേണ്ടി വരും. ഒരാളിരുന്ന് വായിക്കുക, ബാക്കിയുള്ളവർ കേൾക്കുക, അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അങ്ങനെയുള്ള പുസ്തക ചർച്ചകൾ നടത്തുന്നത് നല്ലതാണ് സ്കൂളുകളിലൊക്കെ. അപ്പം അതിനൊക്കെ തയ്യാറായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. അതുപോലെ സ്കൂളിനകത്ത് പല പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നല്ല മാസികകളൊക്കെ ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കല്ലേ. കൈയെഴുത്ത് മാസികകൾ, മാഗസിൻസും ഒക്കെ ഉണ്ടാവും. സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിലും നിങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കണം. എല്ലാ രംഗത്തും നിങ്ങൾ ലീഡറാവണം. നിങ്ങൾ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കണം. നിങ്ങളിൽ എല്ലാവരിലും എല്ലാ ഗുണഗണങ്ങളും ഉണ്ട്. എല്ലാവരും കഴിവുള്ളവരാണ്. ഈ A+, എല്ലാ ഫുൾ A+ വന്നാൽ റോഡ് മുഴുവൻ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ട് മൈമൂനത്ത്, അനീഫ, അഷ്റഫ്, ഗോപാലൻ, ജയൻ, വിനോദൻ അല്ലെ, വിനോദിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഫ്ലക്സ് ബോർഡ് വെക്കുക. ആരുടെ? ഫുൾ A+കാരുടെ മാത്രം. SSLC പരീക്ഷ കഴിഞ്ഞാൽ ആദ്യം വിളിക്കേണ്ടത്, ആ പരീക്ഷയിൽ ആരെങ്കിലും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അവരെയാണ് ആദ്യം വിളിക്കേണ്ടത്. അവരെയാണ് ഹെഡ്മിസ്ട്രസ് പോയി കാണേണ്ടത്. അല്ലെങ്കിൽ അവരെയാണ് വരാൻ പറഞ്ഞ് സന്തോഷിപ്പിക്കേണ്ടത്. കാരണം ഇന്ന് ജയിക്കൽ അത്ര ഒരു പാടുള്ള കാര്യമല്ല. എന്നോട് മാപ്പാക്കണം, എനിക്ക് ഇവിടുന്ന് പോകണല്ലോ. അതുകൊണ്ട് എന്നോടക്കെതിരായിട്ട് തിരിയരുത്. ഈ A+ നേടൽ മാത്രമേ കുട്ടികൾക്ക് ചെറിയ റോളേ ഉള്ളൂ A+ൽ. ബാക്കിയൊക്കെ സർക്കാരിൻ്റെ വകയാണ്. സർക്കാരിൻ്റെ വക സ്പെഷ്യൽ അരി കൊടുക്കണ മാതിരി സ്പെഷ്യൽ മാർക്കൊക്കെ തന്നിട്ടാണ് എല്ലാവരും 10 കിലോ ഈ മാസം ഉണ്ട് അറിയില്ല എന്ന മാതിരി 10 മാർക്ക് 20 മാർക്കൊക്കെ തന്നിട്ട് പിന്നെ ജയിച്ചു വരെയല്ല വേണ്ടത്. അപ്പോൾ ഈ പരാജയപ്പെട്ട കുട്ടികൾ മോശമാവെന്ന് കരുതേ വേണ്ട. അവരൊന്നും മോശക്കാരല്ല. പരാജയപ്പെടൽ തന്നെ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ് ഇന്നത്തെ കാര്യം. എന്നിട്ടും തോറ്റുപോയെങ്കിൽ അവനെ ബഹുമാനിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ നോക്കിയിട്ടുണ്ട്, ഈ സ്കൂളിൽ പോകാത്തൊരു കുട്ടി, ഇപ്പോൾ 2ാം ക്ലാസ് വരെ പഠിച്ചൊരു കുട്ടി വലിയ സയൻറ്റിസ്റ്റായില്ലേ, കണ്ണൂരിലുള്ളൊരു കുട്ടി. അവനിപ്പോൾ ഭയങ്കര ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് അവനെ നാശമാക്കി. എല്ലാവരും കൂടി ഈ മാധ്യമങ്ങളൊക്കെ കൂടി പോയിട്ട് അവനെ കൊണ്ട് സംസാരിപ്പിച്ച് അവനെ പഠിക്കാനുള്ള ടെൻഡൻസിന് പോയിട്ട് ഇപ്പോൾ തന്നെ ഒരു വലിയ ആളായ സ്ഥിതിയിൽ നിൽക്കുകയാണ്. അവൻ നന്നായിട്ട് ശാസ്ത്രം അറിയുന്നൊരു കുട്ടിയായിരുന്നു. സ്കൂളിൽ പോയിട്ടില്ല, 2ാം ക്ലാസ്സിലേറ്റേ പോയിട്ടുള്ളൂ. അവൻ്റെ അമ്മക്ക് പണി മാഷോട് പോയി ശുപാർശ ചെയ്യില്ല ഇവനൊന്ന് ജയിപ്പിക്കണം. ഇവൻ മനസ്സിലാക്കി സ്കൂളിലൊന്നും പോയിരുന്നിട്ടൊരു കാര്യമില്ല. അവന് ഞാൻ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ചെമ്മങ്ങാട് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ബെഞ്ചിലിരുന്ന് പഠിച്ച ഒരാളുണ്ടായിരുന്നു. എനിക്ക് 98 മാർക്ക് കണക്കിന് കിട്ടുമ്പോൾ അവന് 2 കിട്ടും. എൻ്റെ ബാക്കി
എനിക്ക് കണക്കിന് 100 കിട്ടുമ്പോൾ അവന് 0ആണ്. എനിക്ക് സയൻസിന് 97 കിട്ടുമ്പോൾ അവന് 3ആണ്. എന്നിട്ട് അവനെപ്പോഴും പറയുന്നുണ്ട്, കാതറെ അനക്കൊരു 50 വാങ്ങിയാൽ പോരുന്ന മറ്റേ 50 എനിക്ക് കിട്ടുമല്ലോ. പക്ഷെ അവൻ എന്നെക്കാളും ബുദ്ധിയുള്ളവനായിരുന്നു കേട്ടോ, മോശക്കാരനൊന്നുമില്ല. ഞാൻ ഈ മാഷന്മാരെ കണിയപ്പെട്ടതാണ്. മാഷന്മാരിൻ്റെ താടിയൊക്കെ പിടിച്ചിട്ട് നല്ല കുട്ടിയാണ്, അസലായിട്ട് പഠിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞാപ്പ് പോയതാണ്. ശരിക്കുള്ള കുഞ്ഞാപ്പ് ഞാനല്ലായിരുന്നു, മറ്റവനാണ് കുഞ്ഞാപ്പ്. അവൻ ബുദ്ധിയുള്ളതുകൊണ്ട് അവൻ നേരത്തെ ഈ ഏർപ്പാട് നിർത്തി. സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയി ബിസിനസ് തുടങ്ങി. ഇന്ന് മലപ്പുറം ജില്ലയിലെ, പേര് ഞാൻ പറയില്ല, ഏറ്റവും മികച്ച ബിസിനസ്സുകാരൻ അവനാണ്. വലിയ ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കി. മക്കളൊക്കെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അയച്ചിട്ട് ബിസിനസ് മാനേജ്മെൻറ്റ് പഠിപ്പിച്ചു, അമേരിക്കയിലൊക്കെ. അപ്പോൾ അവൻ വിളിച്ചാൽ കളക്ടർ വേഗം വരും, മന്ത്രി അന്ന് തന്നെ വരും. ഞാൻ വിളിച്ചാൽ ആലോചിക്കട്ടെ എന്ന് പറയും. കാരണം എന്താ, ഞാൻ സ്കൂളിൽ പോയതുകൊണ്ടാണ്. മറ്റേ ഞാൻ കച്ചവടത്തിന് പോയിരുന്നെങ്കിൽ ഞാൻ വിളിച്ചാൽ ആദ്യം കളക്ടർ വരുമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. പൈസക്കാരെ വിളിച്ചാലേ വരുള്ളൂ. അപ്പോൾ പൈസയാണ് എല്ലാ കാര്യം എന്നല്ല പറയുന്നത്. പൈസ മാത്രമായി സ്കൂളിൽ അവൻ തുടർന്ന് പഠിക്കാത്തത് കൊണ്ട് അവനൊരു ദോഷവും വന്നിട്ടില്ല. അവൻ്റെ മക്കളൊക്കെ പഠിച്ചു, അവനെല്ലാം വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിലും ഇടപഴകാനുള്ള സംഗതികൾ പഠിച്ചു, പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായി, ബിസിനസ് മാനേജ്മെൻറ്റ് അവൻ നന്നായിട്ട് പഠിച്ചു അല്ലേ. അപ്പോൾ നേരത്തെ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടികൾ രക്ഷപ്പെട്ട ഒരുപാട് ചരിത്രമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഫുൾ A+ എന്നൊക്കെ പറഞ്ഞ് രാത്രിയൊക്കെ പഠിപ്പിച്ച് പാസ്സാക്കി. വലിയ കാര്യമല്ല കുട്ടികളെ. ഒരുപാട് പരീക്ഷകൾ ഇനി വരാനുണ്ട്. ഇത് മാത്രമല്ല പരീക്ഷ. SSLC കഴിഞ്ഞാൽ +2 ഉണ്ട്, കഴിഞ്ഞാൽ കോളേജ് ഉണ്ട്, കഴിഞ്ഞാൽ വേറെ ജീവിതത്തിൻ്റെ ഒരു പരീക്ഷ വരാനുണ്ട്. ആ പരീക്ഷകളിലൊക്കെ പാസ്സാകാൻ പ്രാക്ടിക്കൽ നോളജുള്ള നല്ല കുട്ടികളായി, പ്രാപ്തിയുള്ള, സെൽഫ് സഫിഷ്യൻ്റായി തീരുക എന്നുള്ളതാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഇനി നീട്ടിക്കൂടാ. നിങ്ങൾ വല്ലവരെ കാണിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാനൊരു ഇപ്പോൾ കുറച്ചൊക്കെ പ്രഭാഷണമൊക്കെ നടത്തുന്നത് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ട് പഠിച്ചതല്ല. ഞാൻ 3ാം ക്ലാസ് മുതൽ അതെൻ്റെ മാഷന്മാരാണ് എന്നെ പഠിപ്പിക്കുന്നത്. സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്, നാടകം അഭിനയിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ഈ കൈ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു പ്രശ്നമുണ്ട്. അതായത് എത്ര ആൾക്ക് അറിയുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഈ കൈ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴും ഒരു പാട്ട് പാടാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ വെക്കണോ എന്നുള്ള പ്രശ്നമുണ്ടാവും. നാടകത്തിലൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കൈ. അതിന് പണ്ടൊക്കെ നടന്മാർക്ക് നമ്മളൊരു പേപ്പർ ചുറ്റി കൊടുക്കില്ല. ഓനിങ്ങനെ മനോരമ പിടിച്ചിട്ട് ഇങ്ങനെ പോയാൽ ഈ കയ്യിനൊരു ഏർപ്പാടായി. ഞാൻ ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയണം, സ്കൂളിലും കോളേജിലും. 3ാം ക്ലാസ്സിൽ വസൂരി നിർമ്മാർജ്ജനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രസംഗിച്ച് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയ ആളെ. ഓണം നമ്മുടെ ദേശീയോത്സവം എന്ന് പറഞ്ഞ തരകൻ UP സ്കൂളിൽ ബ്ലോക്ക് ലെവൽ മത്സരത്തിൽ VK ബാലകൃഷ്ണ മേനോൻ, ഈ മങ്കട ബ്ലോക്കിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന VK ബാലകൃഷ്ണ മേനോൻ ഒരു നിഘണ്ടുവൊക്കെ എനിക്ക് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ 3ാം ക്ലാസ് മുതൽ മാഷന്മാരെ തന്നെയാണ് എന്നത് പഠിപ്പിച്ചത്. എങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ പറയണം, കയ്യെന്ത് ചെയ്യണം അല്ലേ. നമ്മളൊക്കെ നാടകങ്ങളിലൊക്കെ അഭിനയിക്കലുണ്ടോ? പാട്ടൊക്കെ ഇല്ലേ, നൃത്തം, ഫാൻസി ഡ്രസ്സ്, മോണോ ആക്ട്. ഈ DJ പാർട്ടി വെച്ച് ബാക്കിയെല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷേ DJ എന്ന് പറയുന്ന ശല്യമുണ്ടല്ലോ, അത് ഇല്ലാത്തൊരു സ്ഥലപ്പല്ല. ഞാൻ ഒരു ദിവസം ഉള്ളത് പറയാമല്ലോ, ഇവിടെ ആരെങ്കിലും കേട്ടാൽ കുഴപ്പമില്ലല്ലോ. ഞാൻ ഒരു ദിവസം കരുനാഗപ്പള്ളിയിൽ ഒരു നബിദിനാഘോഷത്തിന് പോയി. നബിദിനാഘോഷം കരുനാഗപ്പള്ളിയിൽ 27 മഹല്ല് ഒന്നിച്ച് ചേർന്നെടുക്കുക. 10,000 ആൾ കൂടുന്ന നബിദിനാഘോഷം. ഞാൻ വിളിച്ചു, ഞാൻ പോയി. ഞാൻ നബിദിനാഘോഷത്തിന് എത്തി. ഏതാണ്ട് 1 കിലോമീറ്റർ ഉണ്ട് സംഭവ സ്ഥലത്ത്. റോഡിൽ മുഴുവൻ DJ പാർട്ടിയാണ്. ഞാൻ പറഞ്ഞു, ധാരത്തെ വെച്ച് നമ്മളെ കുട്ടികൾ തന്നെ നബിദിനാണ്. നബിയറ്റത് കണ്ടിരുന്നെങ്കിൽ ഇവനെ ബാക്കി വെച്ചു. നമ്മൾ ആലോചിച്ചു, DJ പാർട്ടി ഇല്ലാണ്ട് അവൻ വരൂലെന്ന് ഈ മഹല്ലുകാർ പറയാനോട്. സാറേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവന്മാർ വരത്തില്ലെന്ന്. എന്നാ ചെയ്യാനാ എന്ന് പറഞ്ഞു. കൊല്ലത്തുകാരനാണ്. എന്നാ ചെയ്യാനാ, അവന്മാർ കൊള്ളത്തില്ലെന്ന്. അവന്മാർ വരത്തില്ല ഇതില്ലെങ്കിൽ എന്നാണ്. ഇപ്പോഴും ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ജയിച്ചവരെത്ര ബുദ്ധിമുട്ടിച്ചു നമ്മളെ ആലോചിച്ചു. ആദ്യത്തെ ജനവിരുദ്ധത ആഘോഷം കൊണ്ടുകൂടി തുടങ്ങി. കഷ്ടിച്ച് ജയിച്ച് എല്ലാവരും കൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിൻ്റെ ഒരു ശല്യം എന്താ വെച്ചാൽ, പിന്നെ അവൻ്റെ മുദ്രാവാക്യം വിളി, അവൻ്റെ പടക്കം പൊട്ടിക്കലും, അവൻ്റെ DJ കൊണ്ട് നമുക്ക് വോട്ട് കൊടുക്കേണ്ടില്ലായിരുന്നു. കുറേ ഉണ്ട്. വോട്ട് കൊടുക്കേണ്ടിയില്ലായിരുന്നായി തോന്നിപ്പോകും. ഇന്നുണ്ടല്ലേ, എന്നാൽ ഞാൻ വേഗം പോവാ. അപ്പോൾ നിങ്ങൾ കുറേ DJ പാർട്ടിയും അതുപോലുള്ള സംഗതികളും. അതുപോലെ ഈ ഡ്രഗ് ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ. ഡ്രഗ് കുറഞ്ഞത് അതോ വിവരം കിട്ടൽ പിടിക്കാഞ്ഞിട്ടാണല്ലോ. ശരി, അത്ര മാഷൊക്കെ അതിൻ്റെ എക്സ്പേർട്ടാണ്. പിടിക്കാഞ്ഞിട്ട് ഡ്രഗ് അത് എസ്കേപ്പിസ്റ്റ് ടെൻഡൻസി എന്നതിന് പറയാം. ഈ ഭൂമിയിൽ ഇവിടെ നടക്കുന്ന ഒരു സംഗതിയിൽ എനിക്ക് താല്പര്യമില്ലാണ്ട് ഞാൻ വേറൊരു ലോകത്ത് പോവുകയാണ്. അതാണ് എസ്കേപ്പിസം എന്ന് പറഞ്ഞത്, രക്ഷപ്പെടൽവാദം. അങ്ങനെ നമ്മുടെ കുട്ടികൾ പല സ്ഥലത്തും വഴിതെറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്.
ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും അച്ചടക്കമുള്ളവരും പറഞ്ഞാൽ കേൾക്കുന്നവരും അനങ്ങാതിരിക്കുന്നവരും ആകണമെന്നല്ല. ദയവായി അങ്ങനെ ഇരുന്ന് കൊടുക്കരുത് കേട്ടോ. മാഷ് ഒരുത്തനും ഉണ്ടാൻ പാടില്ല എന്ന മാഷന്മാരുണ്ടാവും. എം.എൻ. വിജയമാഷ് പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ, ഒരിക്കലും വിരിയാത്ത കോഴിമുട്ട അച്ചടക്കമുള്ള കോഴിമുട്ട അല്ല. അതിൻ്റെ ഉള്ളിലെ ഭ്രൂണങ്ങൾ ചീഞ്ഞു പോയത് കൊണ്ടാണ് അത് മിണ്ടാത്തത്. മാഷന്മാർ ഒരിക്കലും വിരിയാത്ത കോഴിമുട്ടമാരി അല്ലേ? നിങ്ങളെ അച്ചടക്കത്തോടുകൂടി അങ്ങനെ ഒരു അച്ചടക്കമൊന്നുമില്ല, അതൊന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആവണം, അച്ചടക്കം പാലിക്കണം എന്ന് സ്വയം തോന്നണം. അപ്പോൾ അങ്ങനെ ഉണ്ടാവണം അച്ചടക്കം. ആരും പേടിച്ചിട്ടും ഭയപ്പെടൊരു കാര്യം. ഭയമാണ് നമ്മളിൽ പലവരെയും ഭരിക്കുന്നത്. അതുപോലെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ കുട്ടികളെ ലീഡേഴ്സ് ആകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുകയാണ്. ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾ. ചിലർക്ക് തോന്നുന്നു എൻ്റെ മുടി കുറവാണ്, വേറൊരാൾക്ക് തോന്നുന്നു ഞാൻ നിറം കുറവാണ്, വേറൊരാൾക്ക് തോന്നുന്നു ഞാൻ നീളം കൂടുതലാണ്, ഒരാൾക്ക് പറയാം ഞാൻ കുറവാണ് നീളം. ഇതൊക്കെ വെറുതെയാണ് മക്കളെ. അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നു എല്ലാ കാലത്തും മനുഷ്യന്മാർ. അതായിട്ടൊരു ബന്ധമില്ല. ഞാൻ ഗോയിങ് ടു കൺക്ലൂഡ്. വൈ ദ ട്രീ ഈസ് ഫ്ലവറിങ്? എന്തിനാണ് മരം പൂക്കുന്നത്? നിങ്ങൾ അതിൻ്റെ സുഗന്ധം ആസ്വദിച്ചാലും ഇല്ലെങ്കിലും, കായ്കനികൾ ഭക്ഷിച്ചാലും ഇല്ലെങ്കിലും മരം പൂത്തുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ട്രീ ടു ഫ്ലവർ. വൈ ദ റിവർ ഈസ് ഫ്ലോയിങ്? എന്തിനാണ് നദി ഒഴുകുന്നത്? നിങ്ങൾ ആ ജലം കുടിച്ചാലും ഇല്ലെങ്കിലും പുഴ ഒഴുകിക്കൊണ്ടിരിക്കും. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി റിവർ ടു ഫ്ലോ. വൈ ദ സൺ ഈസ് ഷൈനിങ്? എന്തിനാണ് സൂര്യൻ പ്രകാശിക്കുന്നത്? മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമുക്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്ന ഒരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചുഭൂമിയിൽ ജീവൻ്റെ ഉന്മത്തം നിർത്തുന്നു. അപ്പം മരം പൂക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, പുഴ ഒഴുകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, സൂര്യൻ പ്രകാശിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നമ്മളെന്തിനു വേണ്ടിയുള്ള മനുഷ്യർ? നിങ്ങൾ രാവിലെ ഈ മുഖമൊക്കെ നമ്മൾ നല്ല വൃത്തിയാക്കി ശരിയാക്കി ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരു ഫേഷ്യലൊക്കെ ചെയ്ത് നടക്കില്ല. എന്തിനു? നമുക്ക് വേണ്ടിയല്ല. നമ്മളെ മുഖം നമ്മൾ കാണുന്നില്ലല്ലോ, മറ്റുള്ളവർക്ക് കണ്ട് സന്തോഷമായിട്ട് വിചാരിച്ചിട്ടുണ്ട്. മുഖം പോലും വൃത്തിയാക്കുന്നത് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയാണ്. അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു എന്നാണ് ഗുരു പാടിയത്. പല മതസാരവും ഏകമെന്നു പാരാത് ഉലകിലൊരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടണമെന്ന ഗുരുവാണ്. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ്. എല്ലാ മതങ്ങളും ഒന്നാന്ന് പറഞ്ഞിട്ടില്ല ഗുരു. സാരാംശം ഒന്നാണ്. അതുകൊണ്ട് അതല്ല എന്ന് പറഞ്ഞ് തമ്മിലടുപ്പിക്കുന്നവൻ പാമരനാണ്. അതുപോലെ നിങ്ങൾ ആകാതിരിക്കുക എന്നാണ് ഗുരു പറഞ്ഞത്. താങ്ക് യു ആൾ.